ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ നമ്മുടെ സ്വന്തം യഹൂദിയ റെഡി ആയിട്ടുണ്ട്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ ബുറാക്ക് ഇഷ്ടമുണ്ടാക്കി. ഞാൻ കളർഫുൾ ലെറ്റർ ഇത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്റ്റീലാണ് വെച്ചത്, ഇതും കാര്യങ്ങളൊക്കെ ഫുൾ വണ്ടി സെറ്റായിട്ടുണ്ട്. പിന്നെ വേറെ കാര്യം ചിന്തിക്കേണ്ട, ഫ്രണ്ട് ബാക്ക് ഇങ്ങനത്തെ കളറും സൈഡ്സിന് ഇങ്ങനത്തെ കളറും കൊടുത്തതാണ്. പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട. അപ്പോൾ പിന്നെ ഇതാ ഇസ് നോട്ട് എ നെയിം, യഹൂദ് ഇസ് നോട്ട് എ നെയിം പറഞ്ഞിട്ട് കുറച്ച് ഫ്ലെക്സ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ അടിച്ച് നോർമൽ വണ്ടി. പിന്നെ മിറേഴ്സിന് മഞ്ഞ കളർ അടിച്ചിട്ടുണ്ട്, കുറച്ച് ഒഫീഷ്യൽ. അപ്പം ഇന്നത്തെ കണ്ടൻറ്റ് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ പരിപാടി വെച്ചാൽ ഇന്ന് പിള്ളേർ വന്നിട്ടുണ്ട്. അപ്പം പിള്ളേരെ സ്കൂൾ ട്രിപ്പാണ് ഇന്ന് എടുക്കേണ്ടത്. അതായത് ഇന്ന് നോർമലി എടുക്കുന്ന ട്രിപ്പല്ല. അപ്പം ഇതാ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. കേസ് വളച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇന്നത്തെ പരിപാടി അങ്ങനെയാണ്. അപ്പം സ്കൂൾ ഇന്തോനേഷ്യയിൽ എന്തോ ഭയങ്കര ദിവസമാണ്. അപ്പം എന്തോ കൾച്ചറൽ ദിവസമാണ്. അപ്പം അതുകൊണ്ട് വളച്ചു പിടിച്ചിട്ടുണ്ട്. ഓക്കെ, വണ്ടി എടുത്തിട്ടുണ്ട്. ഓക്കെ 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 പറക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളിലാണ് ഇപ്പോൾ പോകേണ്ടത്. സോ വൈകുന്നേരത്തെ പണി എനക്കാൻ തന്നത്. അതായത് ആദ്യത്തേന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ മാത്രം രാവിലെ ഓരോ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ആയിക്കോട്ട് വിചാരിച്ചിട്ട് എൻ്റെ വണ്ടി എടുത്ത് തന്നു. അപ്പോൾ ആദ്യത്തെ ചേട്ടനൊന്നുമില്ല. ആദ്യത്തിന് വേറെ വണ്ടി നമുക്ക് ഓരോ എടുത്തിട്ട് ഓർക്ക് വേറെ സ്കൂളുണ്ട്. അതുകൊണ്ടാണ് ഈ വണ്ടി നമ്മളെ വിളിച്ചത്. അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. നമ്മുടെ അപ്പം ലൈലാൻഡ് വണ്ടിയാണ്. അതുകൊണ്ട് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അല്ലെങ്കിൽ വണ്ടേൻ്റെ അവസ്ഥ അറിയാല, ഇറക്കം ചെയ്യില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കണം അറബിയിലൊക്കെ എഴുതിയിട്ട് ഇടുന്നത് എന്തിനാണ്? ശരിക്കും പറഞ്ഞാൽ അറബി എഴുതുന്ന വെച്ചാൽ ഈ ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ യഹൂദ് പറയുമ്പോൾ കാണാനൊരു പിടിയില്ല. അപ്പം മലയാളത്തിലെഴുതി, ഹിന്ദിയിലെഴുതി, തമിഴിലെഴുതി, കുറേ ലാംഗ്വേജസിലെഴുതി. ലാസ്റ്റ് വർക്കായ ലാംഗ്വേജാണ് ഈ അറബി. പെട്ടെന്ന് കിട്ടിയൊരു ഇതേനു ബുറാക്ക് യഹൂദിൻ്റെ. ഓക്കെ, അപ്പം പിള്ളേർ ഇവിടെ ഒന്നല്ല ഉള്ളത്, പറക്കണം. അപ്പം അന്ന് ഞാൻ പകുതി ഇട്ടതിൻ്റെ ഒരു ക്ഷമിക്കണം. അപ്പം പോകുന്നുണ്ട്. അത്യാവശ്യത്തിന് വണ്ടിയെല്ലാം അനങ്ങും, കുറച്ചെന്നെ അനങ്ങൂല. വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിൻ്റെ എണ്ണ അടിച്ചിട്ടില്ല. 67 ഫുള്ളടിച്ച കയറാത്തെണ്ണ. ഇത് ഈ വണ്ടിക്ക് എണ്ണ കയറൂല, അതുകൊണ്ട് ഭയങ്കര പണിയാണ്. അപ്പം എണ്ണ ഇങ്ങനെ തന്നെ നിൽക്കും. ഞാനിത് വയനാട് ഒരിക്കൽ പോയിട്ട് തിരിച്ചു വന്നതാണ് ഈ വണ്ടീനെ കൊണ്ട്. അപ്പം അതിൻ്റെ പോസ്റ്റൊന്നും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, പിന്നീട് അറിയിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി കേട്ടോ സെറ്റായിട്ട് വണ്ടി എത്തിയിട്ടുണ്ട്. ചെയ്യേണ്ട പരിപാടി വെച്ചാൽ നൈസായിട്ട് റിവേഴ്സ് എടുത്തിട്ട് വെക്കുക. ബാക്കിലാണ് കൊണ്ടുവരേണ്ട പറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് സ്കൂളത്തെ 10ാം ക്ലാസ്സിലത്തെ പിള്ളേരാണ് ഇപ്പം വരുന്നത്. നമ്മളിപ്പം 10ത്തെ പിള്ളേരെടുക്കുന്നതാണ്. നമ്മളെ ആദ്യത്തെ ചേട്ടനും വേറെ വണ്ടിയാണ്. അപ്പം ഓറ് കുറച്ച് മിനിറ്റ് വരും. ഓക്കെ, നമുക്ക് വണ്ടിയിൽ ഇറങ്ങാം. അപ്പം ഇങ്ങനെ നിന്നാൽ മതി. ഓക്കെ, നമ്മൾ സ്കൂളിലെത്താണ്. അപ്പം ആദ്യത്തെ ചേട്ടൻ ബുറാക്കിലല്ല വരുന്നത്, സ്വന്തം വണ്ടിയിലാണ് വരുന്നത്. കുറേ സ്പൈഡർമാൻ ഹോളിഡേയ്സാണ് ആദിത്യൻ്റെ ചേട്ടൻ്റെ വണ്ടി. നമ്മുടെ വണ്ടി പിന്നെ പറയണ്ടല്ലേ, നമ്മുടെ ഏകദേശം ബുറാക്ക് യഹൂദെല്ലാം എടുത്തിട്ട് വരുമ്പോൾ എഴുതിണ്ടാവും. ഓക്കെ, നമുക്ക് വണ്ടി നൈസായിട്ട് അകത്ത് കയറ്റാം. ബിക്കോസ് ഇവിടെ വണ്ടി വെച്ച പിള്ളേർക്ക് വണ്ടി കയറാൻ കഴിയൂല. എന്നുവെച്ചാൽ സൈഡ് ഡോറ് കയറൂല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ഭയങ്കര ടഫ്. അപ്പം അങ്ങനെ എടുക്കണം തോന്നുന്നു കേട്ടോ. സ്കൂളിലകത്ത് വിടാം. ഡോറ് പ്രത്യേകിച്ച് അടക്കണം. അടച്ചിട്ട് ഇപ്പോൾ ഞാൻ
ആ ആ ആ ആ തട്ടില്ല തട്ടൂല ഓക്കെ. അല്ല പിന്നെ എടുത്ത് വേദന അടിച്ച് കയറി വാ. ഓക്കെ, വണ്ടി കൂട്ടിയതായതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യമുണ്ട്. എൻജിൻ നൈസായിട്ട് ഞാൻ സ്കോർപ്പിയൻ എൻജിൻ മാറ്റിയിട്ട് ഏരീസ് എൻജിനും ലൂണാസ് എൻജിനും മിക്സ്ഡ് ടൈപ്പ് എന്തോ സാധനം ഉണ്ടായിരുന്നു, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. എൻജിൻ ചെറുതായിട്ട് മാറ്റി കൊടുത്ത്. പിന്നെന്താ ഈ ബ്രേക്ക് ഡൗൺ ആകാണ്ടിരിക്കേണ്ട എന്തൊരു എഫക്റ്റ് ഈ വണ്ടീൻ്റെ അകത്ത് പ്രത്യേകിച്ച് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റിലിട്ടാൽ മതി. ഓക്കെ, ഇത് മേലെ മാത്രമേ ഈ സൈഡ് മേലെ കൊടുത്തിട്ടുള്ളൂ. അത് ഈ സൈഡ് കൊടുക്കാത്ത കാരണം വെച്ചാൽ മിന്നൽ മുരളീനെ പോലെ നമ്മുടെ വണ്ടിക്കൊന്നും വേണ്ട. നമ്മുടെ വണ്ടി ഇതാ ഇനിയൊട്ട് നമ്മൾ എല്ലാ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ ഈ വണ്ടി എടുക്കുള്ളേ. എന്താ വെച്ചാൽ എല്ലാവർക്കും ഈ കുറേ ആൾ ചോദിക്കുന്നുണ്ടായിന് യഹൂദ് തരുമോ, യഹൂദിനെ കൊണ്ടൊരു ട്രിപ്പ് പോകാനായിട്ട് പൈസ തരാം. എനിക്കായിട്ട് ഞാൻ റെഡി ആയിട്ടുള്ളത്. അപ്പം വണ്ടി വെക്ക ഫുള്ളി മോഡിഫൈഡ് എക്സ്പ്ലോഡിൻ്റെ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് പത്ത് ആളായത്. അപ്പം ആൾ കയറാനായിട്ടുണ്ട്. അപ്പം നമുക്ക് വണ്ടി നടക്കണം നൈസായിട്ട്. പിന്നെ നമുക്ക് വിഷയം കാര്യമായിട്ട് നമുക്ക് തോന്നിയത് വെച്ചാൽ എലൈൻ വീലാണ് ഞാൻ നല്ലോണം മാറ്റിയെടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റീൽ സെഡ് കപ്പലിൻ്റെ സാധനം. പിന്നെ എയർ ഫിൽറ്റർ ഇതിൻ്റെ അടുത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാ കാണുന്നില്ല എയർ ഫിൽറ്റർ. ഓക്കെ, അതും കാര്യങ്ങൾ. പിന്നെ മേലത്തെ ഹെഡ്ലൈറ്റ് ആഡ് ചെയ്യാൻ ശ്രമിച്ച്, പക്ഷേ വർക്കായില്ല. ഉള്ളിൽ പേ ചെയ്ത് അത് സാരില്ല, നമുക്ക് അടുത്തോട്ട് നമുക്ക് ഉറപ്പിക്കാം. അപ്പം ഞങ്ങൾക്ക് കാണിച്ചു തരാം. വൈറ്റ് അടിച്ചു പോയ സ്ഥലം ഇതാ വേറെ വണ്ടീൻ്റെയാണ്. അപ്പം ലോരേതാണ്. പിന്നെ മറ്റേ ട്രാവൽ ഏജൻറ്റിൻ്റെ ഇവിടെ ഒരു വാട്ടർ ഫിൽറ്റർ മാത്രം ആഡ് ചെയ്ത്, പിന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഇത് പിന്നെ എക്സ്പ്ലോഡ് സ്പീക്കർ ബാക്കിൽ ഇത്ര കൊടുത്തു. അപ്പം യഹൂദിൻ്റെ പ്രത്യേകിച്ച് പറയണ്ട. ഫ്രണ്ട് സ്പീക്കേഴ്സ് ഫ്രണ്ടിൽ 2ഉം പിന്നെ മേലത്തെ ഭാഗത്ത് 3ഉം വെച്ച ടൈപ്പ് സ്പീക്കറുണ്ട്. അപ്പം ആൾ കയറി തോന്നുന്നുണ്ട്. കയറി നൈസായിട്ട് പാട്ട് വെക്കട്ട്. ഓക്കെ, പാട്ടും വെച്ചിട്ട് ഓടിക്കാം. ഓക്കെ, നൈസായിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയും സൗണ്ട് കുറച്ച് പിന്നെ പിള്ളേർക്ക് കേൾക്കുന്നില്ല. പിന്നെ കോപ്പി റൈറ്റ് സെറ്റ് വരുന്നുണ്ട്. പിന്നെ പെൺഡ്രൈവ് പുതിയതാണ്, അതുകൊണ്ടാണ് ഈ സൂസൈഡെല്ലാം വരുന്നത്. ഓക്കെ, നമ്മൾ പറക്കുന്നുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. സ്വന്തം വണ്ടി എടുക്കാം. ഓക്കെ, പോകുന്നുണ്ട്. പിന്നെ വേറെ കാര്യം, നമ്മുടെ വണ്ടിൻ്റെ ഗ്രില്ല് മാറ്റാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രില്ല് കഴിക്കാൻ നോക്കുമ്പം ഇതാവുന്നു, വണ്ടീൻ്റെ എൻജിൻ അന്നേരം ഓണാവില്ല. നമ്മൾ ഫസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തിടുമ്പം ഇങ്ങോട്ട് ഞാൻ നേരെ പോകുന്നുണ്ട്. നേരെ ഓക്കെ, ഒഴിച്ചടാ. പറന്ന് പോകണം. ട്രെയിനിന് നേരെ പോകുന്ന കാണാം. ചിലപ്പോൾ സ്ഥലത്ത് നിന്ന് അതിൻ്റെ ഇവരെന്തോ ഒരു ആവശ്യത്തിൽ എന്നെ വിളിച്ചാണ്. പിന്നെ ആദ്യത്തിന് തൊട്ട് പുറപ്പെട്ടുള്ള കാര്യം പ്രത്യേകിച്ച് പറയാൻ മറന്നുപോയി. നേരത്തെ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സെക്കൻഡ് ട്രിപ്പാണ് എന്നെ വിളിച്ചത്. അങ്ങനെയാണ്. അപ്പം ഒരാടെ ഓരോ വണ്ടി നിന്നുപോയി പൊട്ടന. അമ്മ കൊണ്ട് ഇറക്കി ഈ വണ്ടീനെ. ഞാൻ സ്റ്റിക്കർ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ വിളിച്ചുകൊണ്ടിരുന്നത്. നേരാന്ന് എടുത്തിട്ട് വന്നത്. ഇനിയും പണി കഴിഞ്ഞിട്ടില്ല. സ്പൈഡർമാൻ്റെ സ്റ്റിക്കർ വരുന്നുണ്ട്.
അപ്പോൾ എനിക്കായിട്ട് എല്ലാവർക്കും കാത്തുക്കുക. അപ്പോൾ ഇയാൾ പെട്ടെന്ന് വിളിച്ചപ്പോൾ എനക്കൊരു പേടി ഉണ്ടായിട്ടില്ല. ഞാൻ എന്തൊക്കെ എടുത്ത് ഇവർ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഞാനും അങ്ങോട്ടേക്കാണ്. അവർ പറഞ്ഞു 3 ട്രിപ്പ് എടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു നിങ്ങളെ വണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് ശരിയാക്കാൻ വിചാരിച്ച് അങ്ങനെ പറഞ്ഞു കൊടുത്ത്. ഓക്കെ, പിന്നെ അവിടെ സ്ഥലമെത്തിയിട്ടുണ്ട്. രക്ഷിത ഒരു കുന്നുംകുള പാലപ്രദേശമാണ്. അപ്പം നമ്മൾ വിട്ടിട്ട് വണ്ടീൻ്റെ ചെസ്റ്റ് അടിച്ചു ഉണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് പോയാലേ ശരിയാവും. അപ്പോൾ അവരെ വണ്ടി ഇപ്പം നൈസായിട്ട് ക്രെയിനെ വിളിപ്പിച്ചിറങ്ങാൻ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ കേട്ടത്. അന്നേരം ക്രെയിനെ വിളിച്ച് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം നമുക്ക് ചിലപ്പോൾ കാണാമെങ്കിലുള്ള വണ്ടി ഞാൻ ശരിയാക്കി കൊടുക്കാൻ വിചാരിച്ചു. എന്താ പറയുക, നമുക്ക് ലോങ് റൂട്ട് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടി ഒന്ന് പെട്രോളൊന്ന് അടിക്കാണ്ടൊന്ന് പറക്കാം. ഓക്കെ 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 അപ്പം ഈ ഒരു ഇപ്പം കഴിഞ്ഞൊരു ബംഗാൾ സർവീസിലാണ് അയാളെ വണ്ടിയുള്ളത്. ഇപ്പം ഓക്കെ എടുത്തിട്ടുണ്ട്. വണ്ടി കണ്ട ഗൈസ്, ആടുന്ന് മൂവ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടി അനങ്ങുന്ന ഇല്ലല്ലോ. നെക്സ്റ്റ് പാട്ട് ഓഫ് ലാഗാന്ന് ശരിയാക്കണ്ട. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ട്. ലാഗ് എത്ര അപ്പോൾ ലാഗൊന്ന് ശരിയാക്കിയിട്ട് ബാക്കി കാര്യം. എന്താണെന്ന് വെച്ചാൽ ഞാൻ ലോലിട്ട് കളിക്കുന്ന ആകും. ഓക്കെ, നമ്മുടെ സ്ഥലത്തിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് കാർ എടുക്കാം. അപ്പം വണ്ടി എടുക്കാൻ നമുക്ക് അനുവാദങ്ങൾ ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കൂല. ഇവിടെ നിന്നൊന്നുമില്ല. ആദ്യമായിട്ട് പറഞ്ഞ ഇതാ സ്ഥലത്തുണ്ട്. പിന്നെ വണ്ടി ഒന്ന് റാണിറ്റാപ്പ് സനിച്ചപ്പ് അങ്ങനത്തെ ആവാട്ടാന്ന് വെച്ച് സൂസൈഡ് നോട്ട് പറയണ്ടേ ഗബരീൻ്റെ അത് വെച്ചിട്ടിരിക്കുന്നത്. അപ്പം വണ്ടി സ്ഥലം വീടിയാണ്. അപ്പം വീടിൽ നിന്ന് വണ്ടി വെച്ചാൽ ശരിയാവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ സ്ഥലം വീടിയാണ്. അപ്പം ഇവിടെ തന്നെ വർക്ക് ചെയ്യാൻ വിചാരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇനി ഇത്രയ്ക്കും ഗ്യാപ്പേ ഉള്ളൂ. അപ്പം ഈ ഗ്യാപ്പിലോട്ട് എടുക്കാം. ഗ്യാപ്പിന് എടുത്തിട്ടുണ്ട്, ഒന്നായില്ല, നൈസായിട്ട് എടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ അടി ഡെസ്കർ ടൈപ്പാണെന്നാണ് വേറെ പൊടിയുണ്ട്. ഓക്കെ, അവിടെ വണ്ടി ചങ്ങട്ട് ആകുമ്പം ഇവർക്ക് ഇതൊന്നാവില്ലല്ലോ. സ്മിത്ത് മിക്സിൻ്റെ ഇതാണ് ഇവരെ ചടങ്ങ് കാര്യം കേട്ട്. സോസ് ബട്ടൺ ഉണ്ട്. സോസ് ബട്ടൺ പെട്ടെന്ന് ഇനി ഇങ്ങോട്ട് നേരെ പോകാം. ആളിറങ്ങിയോണ്ടാണ്.
വണ്ടി അങ്ങോട്ട് വണ്ടി അങ്ങോട്ട് സൈഡാക്കാം. ഓക്കെ 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 നമുക്ക് നമ്മൾ വണ്ടി ഇങ്ങോട്ടിടാം. ഓക്കെ അത് സംഭവം വെച്ചാൽ ഇങ്ങോട്ടിടാം, കുഴപ്പമില്ല, വളച്ചൊടിച്ചോളാം. ഓക്കെ അടുത്തിടണേ, റെഡി റെഡി. ഓക്കെ 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 കഴിഞ്ഞ് പണി ആവാം. കഴിഞ്ഞപ്പം പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് ഇപ്പം ഇപ്പോഴത്തെ ലുക്ക്. അപ്പം ആദ്യത്തിൻ്റെ വണ്ടി നൈസായിട്ട് വരും കുറച്ച് മിനിറ്റാകും. അവർ നേരത്തെ പറഞ്ഞത് സ്പൈഡർമാൻ ഏതോ വർഷമായിട്ടാണ്. പക്ഷേ അയാളെ കഴിയുമ്പോൾ അധികം സ്പൈഡർമാനൊന്നും ഇല്ല. ശരിക്കും പറഞ്ഞാൽ അയാൾ ഇതിലാമറ്റാ വരാൻ തോന്നുന്നു ജിന്നിയിൽ. അപ്പം ജിന്നിന് വന്ന ഫോട്ടോ ആയിരിക്കും തമ്പനിയിൽ എന്തായാലും വെക്കുന്നത്. അപ്പം കണ്ടില്ലേ, അവിടെ സ്ഥലത്തിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. അവിടെ ഇതാണ്. അപ്പം വെരി സെക്കൻഡ് പ്ലേസ് ഇവിടെയാണ്. അപ്പം കണ്ടില്ലേ, ഓക്കെ കുറേ ഫോട്ടോസ് ഇങ്ങനെ. ഓക്കെ നമ്മുടെ പണി ആദിത്യം വരുന്നുണ്ട്. അപ്പം അയാൾ ഇങ്ങോട്ടാണ്. അപ്പോൾ നമുക്ക് നൈസ് അയാൾക്ക് വണ്ടി വെക്കണം. പിന്നെ നമ്മളെ വണ്ടി വെച്ചിട്ട് പിന്നെ അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടോ വിചാരിച്ചിട്ട് ഞാൻ എന്താക്കുന്നത് വണ്ടി ഇങ്ങോട്ട് ഇടുന്നു. അതിൻ്റെ സീരിയസ് ഇല്ല, നമുക്ക് അയാളെ വണ്ടി അയാളെ വെക്കട്ടെ, നമുക്ക് ഇറക്കാം. ഓക്കെ അയാൾ വെക്കും. അപ്പോൾ നമുക്ക് വണ്ടി ഈ വർഷത്തൊന്നും വെച്ച് ചെയ്യാവില്ല അല്ല ഗൈസ്. നമുക്കൊന്നൊക്കെ നൈസായിട്ട് മറ്റടുത്ത് തന്നെ കൊണ്ടിടാം. ഫസ്റ്റ് നമ്മൾ വെച്ചിട്ട് തന്നെ ഒന്ന് വണ്ടി തന്നെ വെക്കാം. അപ്പം വണ്ടി കുറച്ച് സേഫാണ്. ഇയാൾ അവിടെ ഓരോ വണ്ടി വെച്ചോട്ട് നമുക്ക് സീനില്ലേ ഇങ്ങോട്ടാണ്. ഓക്കെ ടെർമിനൽ ത്രോക്കോസ്റ്റിന് അടിക്കുമ്പോഴാണ് ഈ സൗണ്ട് ഇരുന്നത്. കൈനി ദർജപ്പൂവത്ത വണ്ടി. വണ്ടിനെ കൊണ്ട് ഞാൻ തോറ്റങ്ങി കൂടിയതാണ്. അയാൾ വിളിച്ചോണ്ടാണ് ഇപ്പം എൻ്റെ അവസ്ഥ കട്ടപ്പ് കയറി. ഓക്കെ നമ്മുടെ അളച്ചിച്ച പണി ഇനി ഇതിൻ്റെ ക്യാഷ് കിട്ടും. പിന്നെ ആദിത്യൻ ചേട്ടനാണ് ഇനി എടുക്കുക. ഇതിലിപ്പം കയറിയത് വെച്ചാൽ 20 ആളാണ്. കുറച്ച് 57 സീറ്റായിട്ടുള്ള വണ്ടിയാണ് 27 ആൾ കയറിയത്. ഇത് കുഴപ്പമില്ല, നമുക്ക് സീനില്ല. നമുക്ക് ഇവർ പൈസ കിട്ടിയാൽ മതി, നമുക്ക് ഇവർ തരും പറയുന്നുണ്ടായിരുന്നു. അപ്പം അതും കൂടി ഇൻകം ബാലൻസ് വരുന്നത്. ഇൻകം ഫുൾ അടിച്ചിട്ട് കയറുമ്പോൾ
ബാങ്കിൽ വീണപ്പോൾ ഓക്കെ. അപ്പം 60,000 റുപ്യാണ് ബാങ്കിൽ വന്നത്. ഓക്കെ, 60,000 റുപ്യ നമുക്ക് കിട്ടി. ബിക്കോസ് ഇത്ര കുറേ ദൂരമുണ്ട് അവിടെ നിന്ന്. സ്കൂളിൽ നിന്ന് കിലോമീറ്റർ വെച്ചിട്ട് നോക്കുന്നൊന്നുമല്ല, ഇയാളെ എന്തോ പരിചയം വെച്ചിട്ട് നോക്കിയപ്പോൾ യഹൂദ് അതിനെ പോലും വെക്കുമ്പോൾ ഒരു സുഖമുണ്ട് മോനൊക്കെ കണ്ടീന്ന്. ഓക്കെ, പ്രകാശം വേണ്ടിയാണ്. അപ്പം നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ സ്വന്തം ചെക്കനായ. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. സോ ബൈ ഫ്രം നിഹിയൻ ഗെയിമിംഗ്.